കസ്റ്റമൈസ്ഡ് കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ ഷെയ്ഡിൽ വരുന്ന സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ യെല്ലോ ആണ്. പിന്നെ പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത്. സൈസ് നമ്പർ 2 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പേപ്പർ പാറ്റേൺ. യോക്കിൻ്റെ ഈ ഒരു പോർഷനിലാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് വെച്ചിട്ടൊന്ന് ട്രേസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെം വർക്കാണ്. സ്റ്റെമ്മിൽ കട്ട് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എടുത്തിട്ട് നീഡിലേക്കൊരു കട്ട് ബീഡ് എടുത്ത ശേഷം ബാക്ക് സ്റ്റിച്ച് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. നമ്മൾ ബീഡ്സ് വർക്ക്, സീക്വൻസ് വർക്കൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണ് നീഡിൽ നമ്പർ 12. അപ്പം ഈ നീഡിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ലീഫ് വർക്കാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് വേണം നീഡിൽ നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ നീഡിലേക്ക് ഒരു 4 കട്ട് ബീഡ്സ് ഒന്നിച്ചെടുക്കുവാണ്. ഇനി അതൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ ലീഫൊക്കെ ആണെങ്കിൽ ഒരു 3 കട്ട് ബീഡൊക്കെ മതിയാവും. അപ്പോൾ വലിയതൊക്കെ ആണെങ്കിൽ ഒരു 4-5 വരെയൊക്കെ നമുക്ക് മാക്സിമം കട്ട് ബീഡ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 5 എണ്ണത്തിൽ കൂടുതൽ എടുക്കാത്തതാണ് കേട്ടോ നല്ലത്. കാരണം അല്ലെങ്കിൽ ബീഡൊക്കെ ലൂസായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. 5ഒക്കെ മാക്സിമം എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ലീഫിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി വേറൊരു ചെറിയ സ്റ്റെം വരുന്നുണ്ട്. അവിടെ നമ്മൾ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പോർഷനിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക് 2 കട്ട് ബീഡും ഒരു സീക്വൻസും ഞാൻ ഒന്നിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സീക്വൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാട്ടർ സീക്വൻസ് ആണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡ് വരുന്ന വാട്ടർ സീക്വൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ മെറ്റീരിയലിൻ്റെ കളറും ലാവൻഡർ ആണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആ ഒരു കളർ ഷെയ്ഡിലുള്ള വാട്ടർ സീക്വൻസ് എടുത്തത്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സീക്വൻസ് ആണ് കേട്ടോ. സാധാരണ സീക്വൻസിനെക്കാട്ടിലും കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വെച്ചിട്ട് വർക്കുകൾ ചെയ്താൽ. ഇനി ഫ്ലവർ ഡിസൈൻ വരുന്ന ഒരു സ്റ്റെമ്മും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ബോർഡറിലൂടെ ഈ കട്ട് ബീഡ്സ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യും.
ഇനി ഈ റൗണ്ട് ഷേപ്പിൻ്റെ അവിടെ നിന്ന് നടുക്ക് നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് ഒരു റൗണ്ട് ബീഡ് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിലൊന്ന് എടുക്കുകയാണ്. എടുത്തിട്ട് നമുക്ക് ആ നീഡിലേക്ക് ഒരു 6 റൗണ്ട് ബീഡ് ഒന്നിച്ചെടുത്തിട്ട് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ കടത്തിയിട്ട് വലിച്ചു കഴിയുമ്പോൾ ആ ഒരു റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് ഈ ഒരു 6 റൗണ്ട് ബീഡ് വരുന്നതായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. ഇനി യെല്ലോ കളറുള്ള സിൽക്ക് ത്രെഡ് 5 സ്റ്റാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി 10 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പം നീഡിൽ ഞാൻ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ത്രെഡ് നീഡിലേക്ക് ഒരു തവണ ചുറ്റി ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫ്രഞ്ച് നോട്ട് ചെയ്ത് ആ ഫ്ലവർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഗ്യാപ്പ് വന്നെടുത്ത് നമ്മൾ സീക്വൻസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഫ്ലവർ പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഒരു 5 സീക്വൻസ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഫ്ലവർ ഷേപ്പ് വരും. ഇനി അതിൻ്റെ നടുക്കായിട്ട് ഒരു റൗണ്ട് ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.